പഴുത്ത ചക്കച്ചുള മിക്സി ജാറിലിട്ട് എളുപ്പത്തിൽ ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഒരു 10 ചക്കച്ചുള, നല്ലപോലെ പഴുത്ത ചക്കച്ചുള മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. മിക്സി ജാറിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുക്കണം. 1/4 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് അരിപ്പൊടിയാണ് ഇടുന്നത്. പത്തരിപ്പൊടി, നൂൽപുട്ടിൻ്റെ എല്ലാം പൊടി, നൈസായി പൊടിച്ചിട്ടുള്ള പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി കുറച്ചായിട്ട് ഈ മാവ് കുഴഞ്ഞ് വരുന്ന പാകത്തിൽ കുറേശ്ശെയായിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. ഒരുമിച്ച് പൊടി ഇടണ്ട. ഇതൊരു ഇലയിൽ പരത്തിയെടുക്കേണ്ട പാകത്തിൽ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നെയ്യ് ചേർക്കുന്നത് ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കൂല, അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. 2-3 വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒരു ഉരുളിയെടുത്ത് വാഴയിലയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ചക്കയടയാണ്. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോയിൽ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇലയിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇലയിൽ കൈകൊണ്ട് പരത്താണ്ട് ഇതുപോലെ ഒരു ഉരുള വെച്ച് കൊടുത്ത് ഒരു ഇല മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റോ എന്തെങ്കിലും കട്ടിയുള്ള ഒരു സാധനം മുകളിൽ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല. പരത്താതെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി പ്ലേറ്റിൻ്റെ. ഇതാ നല്ല പോലെ പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഇട്ട് 2-3 ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാരക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കുക. എല്ലാറ്റിലും തേങ്ങ കൂട്ട് വെച്ചിട്ട് മടക്കിയെടുക്കുക. 4 അടയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഈ മാവ് കൊണ്ട് 4 അട പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിപാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ അട റെഡിയായി കിട്ടും. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നേരിയതായിട്ട് പരത്തിയെടുത്തിട്ട് വെക്കുന്നതുകൊണ്ട് ചക്കയട പെട്ടെന്ന് റെഡിയായി കിട്ടും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അട വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ചക്കയട റെഡിയായി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചക്ക കഴിക്കാത്തവർക്കെല്ലാം ഇതുപോലെ ചക്കയട ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചക്ക കൊണ്ടുള്ള കുറേ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.